BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റെപ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ജില്ലാ കമ്മിറ്റി അംഗമല്ലാത്ത കെ രാഗേഷ് എങ്ങനെ ജില്ലാ സെക്രട്ടറിയായി? MK ബേബിക്ക് പരാതി നൽകി ഒരു വിഭാഗം നേതാക്കൾ. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി കെ രാഗേഷിനെ തിരഞ്ഞെടുത്തതിൽ CPIM ജനറൽ സെക്രട്ടറി MA ബേബിക്ക് പരാതി നൽകി കണ്ണൂരിലെ ഒരു വിഭാഗം നേതാക്കൾ. സംഘടനാ ചട്ടങ്ങൾ പാലിക്കാതെയാണ് തിരഞ്ഞെടുപ്പെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ജില്ലാ കമ്മിറ്റി അംഗം അല്ലാത്തയാളെ എങ്ങനെ ജില്ലാ സെക്രട്ടറിയാക്കിയെന്ന് വ്യക്തമാക്കണമെന്നും ആവശ്യമുണ്ട്. കണ്ണൂരിൽ നിന്നുമുള്ള CPIMന്റെ ചില കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ അറിവോടുകൂടിയാണ് പരാതി വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPIM CPI ചർച്ച നാളെ. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ സമവായമുണ്ടാക്കുന്നതിനുള്ള CPIM CPI ചർച്ച നാളെ. ഉപനേതൃസ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ് CPIയുടെ നിലപാട്. ചർച്ചയെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് കാണുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. പ്രതിപക്ഷ ഉപനേതൃ പദവിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ CPIയെ അനുനയിപ്പിക്കുവാനാണ് CPIMന്റെ ശ്രമം. അമ്മ അഡ്ഹോക് കമ്മിറ്റിക്കെതിരായ ശ്വേതയുടെ ഹർജി അൻസിബയെ കക്ഷി ചേർക്കുന്നതിൽ എതിർപ്പ്. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ അഡ്ഹോക് കമ്മിറ്റിക്കെതിരായ ഹർജിയിൽ അൻസിബയെ കക്ഷി ചേർക്കുന്നതിനെ എതിർത്ത് ശ്വേത മേനോൻ. ശ്വേതയുടെ എതിർപ്പിൽ എറണാകുളം മുൻസിഫ് കോടതി വാദം കേൾക്കും. അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം വിലക്കിയതിൽ രമേശ് പിഷാരടിയും എതിർപ്പറിയിക്കും. പിഷാരടിയുടെ വാദം ഈ മാസം 27 കോടതി കേൾക്കും. കോറോ ഹെൽത്ത് കൂട്ടപിരിച്ചുവിടൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുണ്ടാകും, ഉറപ്പ് ലഭിച്ചെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കോറോ ഹെൽത്ത് കൂട്ടപിരിച്ചുവിടൽ നടപടിയിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് ലഭിച്ചെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. ജൂലൈ 20 ചർച്ചകൾക്ക് ശേഷം ആവശ്യമെങ്കിൽ കേന്ദ്ര സർക്കാർ ഇടപെടും. ഡൽഹിയിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു മന്ത്രി ബിന്ദു കൃഷ്ണയുടെ പ്രതികരണം. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ള രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന് നോട്ടീസ് അയച്ച് സുപ്രീം കോടതി. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന് നോട്ടീസ് അയച്ച് സുപ്രീം കോടതി. തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ SITക്ക് നിർദ്ദേശം നൽകി. ഒരാഴ്ചയ്ക്കകം മറുപടി നൽകുവാനാണ് നിർദ്ദേശം. സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. സംഭാവന തട്ടിപ്പിൽ FIR രജിസ്റ്റർ ചെയ്ത് കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണം എന്നതാണ് ഹർജികളിലെ പ്രധാന ആവശ്യം. R സുഗതന് ജയിലിൽ പുനഃപ്രതിജ്ഞ അനുമതി നൽകി ഹൈക്കോടതി. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലറും കാപ്പ കേസ് പ്രതിയുമായ R സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാമെന്ന് ഹൈക്കോടതി. നാളെ രാവിലെ 11 വിയ്യൂർ ജയിലിൽ പുനഃസത്യപ്രതിജ്ഞ നടക്കും. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സൌകര്യങ്ങളും ഒരുക്കുവാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. അംഗീകൃത മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനാനുമതി നൽകിയിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി അംഗമല്ലാത്ത കെ രാഗേഷ് എങ്ങനെ ജില്ലാ സെക്രട്ടറിയായി? MK ബേബിക്ക് പരാതി നൽകി ഒരു വിഭാഗം നേതാക്കൾ. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി കെ രാഗേഷിനെ തിരഞ്ഞെടുത്തതിൽ CPIM ജനറൽ സെക്രട്ടറി MA ബേബിക്ക് പരാതി നൽകി കണ്ണൂരിലെ ഒരു വിഭാഗം നേതാക്കൾ. സംഘടനാ ചട്ടങ്ങൾ പാലിക്കാതെയാണ് തിരഞ്ഞെടുപ്പെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ജില്ലാ കമ്മിറ്റി അംഗം അല്ലാത്തയാളെ എങ്ങനെ ജില്ലാ സെക്രട്ടറിയാക്കിയെന്ന് വ്യക്തമാക്കണമെന്നും ആവശ്യമുണ്ട്. കണ്ണൂരിൽ നിന്നുമുള്ള CPIMന്റെ ചില കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ അറിവോടുകൂടിയാണ് പരാതി വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.